ഭൂഗർഭജലത്തിലേക്ക് മാലിന്യങ്ങൾ എത്താതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ പ്രദേശമാകെ മണ്ണ് വിരിച്ച ശേഷം പുല്ല് പിടിപ്പിക്കാനുള്ള പദ്ധതിയാണ് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിതാപമായ ഒരു ഞെളിയൻ പറമ്പിനെ നമുക്ക് സമീപ ഭാവിയിൽ കാണാനാകും. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നത്. പാർക്ക് നവീകരിക്കുക, കവലകളിൽ നഗരത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ശില്പങ്ങൾ നിർമ്മിക്കുക, നടപ്പാതകൾ നിർമ്മിക്കുക എന്നിങ്ങനെ പോകുന്നു ഇവ. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നഗരത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനുമായി നിർമ്മിച്ച അരയിടത്ത് പാലം കോർപ്പറേഷന്റെ വികസന നേട്ടങ്ങളിൽ ഒന്നാണ്. കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന ഒരു പ്രതീതിയാണ് ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. പ്രാഥമിക കർത്തവ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക, ചേരി പ്രദേശം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണിച്ചത്. അതിൽ അവസാനമായിട്ട് കണ്ടതല്ലേ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അത് എത്രത്തോളം പൂർണ്ണമായിട്ട് ചെയ്യാനിപ്പോൾ സാധിച്ചിട്ടുണ്ട്? ഇനി എന്താണ് വെല്ലുവിളികൾ അതിൽ? വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാവേണ്ട കാര്യം, വേസ്റ്റിൻ്റെ ഉറവിടം എവിടെയാണോ അവിടെ വെച്ച് തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യാനാവശ്യമായ സമീപനം ജനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എങ്കിൽ മാത്രമേ മാലിന്യ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെല്ലാം നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ദിനം പ്രതി 150-160 ടൺ മാലിന്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ചുരുക്കി ഏതാണ്ട് 50-ന്റെ താഴേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50-ൽ താഴെ ടൺ മാലിന്യങ്ങൾ മാത്രമേ ഇപ്പം ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അതെങ്ങനെ സാധിച്ചത്? അത് നേരത്തെ എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവരാനായിരുന്നു. അതിൽ സെഗ്രിഗേറ്റ് ചെയ്തു. സെഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് വളമാക്കാൻ പറ്റുന്ന മാലിന്യങ്ങൾ മാത്രമേ ഇപ്പം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി മാലിന്യങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കുകയാണ്. മറ്റ് വളമാക്കാൻ പറ്റുന്ന മാലിന്യങ്ങൾ മറ്റു രീതിയിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് ശേഖരണം ഉണ്ടോ? പ്ലാസ്റ്റിക് ശേഖരണമുണ്ട്. കുടുംബശ്രീക്കാർ പ്രത്യേകമായി വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വ്യവസായ കേന്ദ്രം, ഞങ്ങളൊരു സ്ഥലമുണ്ട്, അവിടെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കുറേ കച്ചവടക്കാർ കൊണ്ടുപോകും. പക്ഷെ ഞങ്ങളിപ്പോൾ റീസൈക്ലിംഗ് യൂണിറ്റ് അവിടെ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 2 മാസക്കാലം കൊണ്ട് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റീസൈക്ലിംഗ് യൂണിറ്റ്. അതേ അവസരത്തിൽ ഞങ്ങൾ ഇതിൻ്റെ വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് എത്ര എണ്ണം നിർമ്മിച്ചിട്ടുണ്ട്? ഏറ്റവും വലിയ പ്ലാന്റ് ഞങ്ങൾ നിർമ്മിച്ചത് കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെയുള്ള ഫിഷ് മാർക്കറ്റിലാണ്. ഏതാണ്ട് 4 വാഹനങ്ങളിൽ കൃത്യമായി അവിടെ നിന്ന് മാത്രം ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഈ മത്സ്യത്തിൻ്റെ മാലിന്യങ്ങൾ മാത്രം കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്ത് കപ്പാസിറ്റി ഉണ്ടാവുന്ന നമുക്ക് അതിന് എനിക്ക് തോന്നുന്നു ഒരു 2 ടൺ 2 ടണ്ണിൽ അധികം ഉണ്ടാവും. 2 ടണ്ണല്ല, കൂടുതലുണ്ടാവും. അത് ഇപ്പോൾ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവുന്നില്ല. അതിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വാഹനങ്ങൾ വേണ്ട, ഫ്യൂൽ ഉപയോഗിക്കേണ്ട, തൊഴിലാളികൾ വേണ്ട, കടത്തിക്കൊണ്ടുപോകേണ്ട മാലിന്യത്തിൻ്റെ ദുർഗന്ധം ജനങ്ങൾ സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ അവിടെ തന്നെ 30 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഞങ്ങൾ ബയോഗ്യാസ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ബയോഗ്യാസ് പ്ലാനിലേക്ക് ഞങ്ങളത് മാറ്റി കഴിയുന്നതോട് കൂടിയിട്ട് അത് ഗ്യാസായി വന്ന് അവിടെ തന്നെ കച്ചവടക്കാർക്ക് ഗ്യാസ് കൊടുക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഫീസ് ചുമത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 2 ബസ് സ്റ്റാൻഡുകളിലും അങ്ങനെ ചെയ്യുമ്പോഴേ അവര് തരുന്ന ഫീസ് കൊണ്ട് തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ, അതോ അതിന് സബ്സിഡി കൊടുക്കണ്ട? അത് കഴിയുണ്ടാവില്ല. ഗ്യാസിന്റെ വില കൊണ്ട് മാത്രം കഴിയുണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പണം മെച്ചമാണ്. തൊഴിലാളികളെ വെക്കേണ്ട ആവശ്യമില്ല, ഡ്രൈവേഴ്സിന് വെക്കണ്ട, വാഹനം ഉപയോഗിക്കേണ്ട, അപ്പോഴൊക്കെ ലാഭമാണ്. അതിന് ചെറിയ സബ്സിഡി കൊടുത്താലും കുറെ കൂടി ശാസ്ത്രീയമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണ്. അതുപോലെ മൊഫീസൽ ബസ് സ്റ്റാൻഡിലും പാളയം സ്റ്റാൻഡിലും ഇതുപോലുള്ള 2 ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനം നടന്നു കഴിഞ്ഞു. കല്യാണ മണ്ഡപങ്ങളിൽ ഇതുപോലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നിർബന്ധമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 3-4 കല്യാണ മണ്ഡപങ്ങൾ വെച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവയെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുകയാണ്. അതേപോലെ മറ്റ് സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ മെഡിക്കൽ കോളേജിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം ബീച്ച് ഹോസ്പിറ്റല്, അതുപോലെ കോട്ടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ, മെന്റൽ ഹോസ്പിറ്റല്, അവിടെയൊക്കെ തന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലുകളിലും ഫ്ലാറ്റുകളിലും അവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ സർക്കാർ കോളേജുകളിൽ കോർപ്പറേറ്റ് സബ്സിഡി കൊടുത്തുകൊണ്ടും മറ്റു കോളേജുകളിൽ ഡൈവറി കോളേജ് പോലുള്ള കോളേജുകളിലൊക്കെ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പല സ്ഥലങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ്. ഓരോ വീടുകളിലും ഒരു 10,000 രൂപ വരെ വിലമതിക്കാവുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ശുചിത്വ മിഷൻ്റെ കണക്കനുസരിച്ച്, അവരുടെ ധാരണയനുസരിച്ച് 5 അംഗങ്ങളുള്ള ഒരു കുടുംബം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ഈ ബയോഗ്യാസ് പ്ലാന്റിലൂടെ സംസ്കരിക്കുകയാണെങ്കിൽ അതിനുള്ള സ്ഥലം വേണം. പക്ഷേ ചെറിയ സ്ഥലം മതി. 1.5 മണിക്കൂർ ഉപയോഗിക്കാനുള്ള ഗ്യാസ് ഊർജ്ജം അവർക്ക് ഈ വേസ്റ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ മിനി പ്ലാന്റ്സ് നിർമ്മിക്കാൻ ആവശ്യം നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത് ഡീസെൻട്രലൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രവർത്തനം. എങ്കിൽ മാത്രമേ അവിടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോയി കുന്നുകൂട്ടിയിടുന്ന അവസ്ഥയിൽ നിന്ന് ആ പ്രദേശത്തുകാർക്ക് പൂർണ്ണമായി മോചനം ഉണ്ടാവുള്ളൂ. ഇപ്പം കുറേയധികം പരിഹരിച്ചു, പക്ഷെ ഇത് പൂർണ്ണമാണെങ്കിൽ ഇത് മുഴുവൻ മാത്രമേ സാധിക്കുള്ളൂ നിങ്ങൾ കരുതുന്നു. അല്ല, അത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു നഗരസഭയ്ക്ക് തന്നെ തൃപ്തി വരുന്ന ഒരു തലത്തിൽ എത്തണമെങ്കിൽ എത്ര കാലം കൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ജനങ്ങൾ സന്നദ്ധരാവണം. നമ്മളിപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബോധവൽക്കരണം നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം കോഴിക്കോട്ടാണെങ്കിൽ ഏതാണ്ട് ഒരു 750ഓളം റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വാർഡിൽ ഏതാണ്ട് 10ൻ്റെയും 15ൻ്റെയും ഇടയിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രചരണം നന്നായി നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുഖേന കൂടുതൽ വ്യാപിപ്പിക്കാൻ ആവശ്യമായ ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ ഇങ്ങനെ ഈ ചപ്പുചവറിടാനായിട്ടുള്ള ഡസ്റ്റ്ബിൻസ് അതുമാതിരിയുള്ള സൗകര്യങ്ങളുണ്ടോ? ഡസ്റ്റ്ബിൻസ് ഞങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റി. അതിപ്പോൾ കുടുംബശ്രീക്കാർ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട്, കടകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതുകൊണ്ട്. അല്ല, ഈ റോഡുകളിലൊക്കെ ആൾക്കാർ, യാത്രക്കാരും അവരിവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും പിന്നെ ബീച്ചിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകുന്ന അത്തരത്തിലുള്ള ചെറിയ ബിന്നുകളുണ്ട്. കടല അതുപോലെയുള്ള മിഠായികളൊക്കെ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റാണുള്ള ബിന്നുകളല്ലാണ്ട് മറ്റ് സാധാരണ നഗരത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ഡസ്റ്റ്ബിൻ സ്ഥാപിക്കാറുണ്ട്. ആ ഡസ്റ്റ്ബിൻ കൊണ്ടുവച്ചാലിരുന്ന ബുദ്ധിമുട്ട്, ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്തേക്ക് ആളുകൾ പോവില്ല. ഒരു 10 മീറ്ററോ 15 മീറ്ററോ അപ്പുറം വന്നിട്ട് ഡസ്റ്റ്ബിന്റെ ചുറ്റും അടുത്തടുത്തുണ്ടെങ്കിൽ അത്രയും പ്രയാസം ഉണ്ടാവില്ല. ഡസ്റ്റ്ബിന്റെ ചുറ്റും കൂടി കിടക്കുകയാണ്. അത് നമ്മുടെ അത് കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും ഇവിടെ നിറയും. അപ്പോൾ ആ ഒരു അവസ്ഥ ഞങ്ങളുടെ ഒരു 2004 ഞങ്ങളുടെ ഈ നഗരം ശുചിത്വ നഗരമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീകളെ ഉപയോഗപ്പെടുത്തിയോടുകൂടി ആ പ്രവർത്തനം ഞങ്ങൾ എല്ലാ ഡസ്റ്റ്ബിന്നും എടുത്തു മാറ്റുകയും നഗരത്തിലെ വെടിയും അത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിലൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എല്ലാ ഡസ്റ്റ്ബിന്നും ഇതുപോലെ ഡസ്റ്റ്ബിനിലൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് കൊതുക് ഒരു പ്രശ്നമാണോ? കൊതുക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൊതുക് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിന് നല്ല പരിപാടികൾ, കൊതുക് നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സന്നദ്ധ സംഘടനകൾ മുഖേന തന്നെ കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൽ ഒരു പ്രധാന ഇനം കൊതുക് നിർമ്മാർജ്ജനമാണ്. വലിച്ചെറിയൽ, ചിരട്ട, അതുപോലെ കപ്പുകൾ, ടയറുകൾ വലിച്ചെറിയാതെ സൂക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ. അവിടെയാണല്ലോ ഈ കൊതുക് വളർത്തു കേന്ദ്രങ്ങളായി മാറുന്നത്. അതുപോലെ നമ്മളെ ടോയ്ലറ്റിൻ്റെ ടാങ്കുകളിൽ വിള്ളലുകൾ അടയ്ക്കാനും അത് മെൻപൈപ്പ് നെറ്റിട്ട് കെട്ടാനും ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു പരിധിവരെ കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഭാഗമായി ഒരു പരിധിവരെ ശമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തിരഞ്ഞ യാത്രക്കാരൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ എല്ലാവിടെയും പബ്ലിക് ടോയ്ലറ്റുകൾ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം വൃത്തിയായിട്ട് വെക്കാനും. നേരത്തെ ഉണ്ടായിരുന്ന പല പബ്ലിക് ടോയ്ലറ്റുകളും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ എടുത്തു മാറ്റുക ചെയ്തത്. അവ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഒരു രാത്രി കാലങ്ങളിലൊക്കെ ഒരു അധോലോക കേന്ദ്രമായി മാറുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നതനുസരിച്ച് പല സ്ഥലങ്ങളും എടുത്തു മാറ്റി. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഏതാണ്ട് 15ഓളം പൊതു ടോയ്ലറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ പലതും പേ ആൻഡ് യൂസും അതുപോലെ തന്നെ കോർപ്പറേഷൻ നേരിട്ട് നടന്നുകൊണ്ട് അവിടെയെല്ലാം തന്നെ പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, അവ ശുചിത്വത്തോടു കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് പരിപാലിക്കുന്ന ആളുകൾക്ക് ഒരു വേതനം കിട്ടുന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം. മറ്റു പല നഗരങ്ങളിലും ഈ സുലഭ് ഇന്റർനാഷണൽ മാതിരിയുള്ള സംഘടനകളെ ഈ കക്കൂസുകൾ കെട്ടി പരിരക്ഷിച്ച് അവരതിന് ചാർജ് ചെയ്ത് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ. സുലഭിന്റെ 3 എണ്ണം കോഴിക്കോട്ടുണ്ട്. 3 എണ്ണം കോഴിക്കോട്ട് സുലഭ നടത്തുന്നുണ്ട്. ബാക്കിയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ മറ്റ് പല ഏജൻസികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ റോഡുകളുടെ കാര്യം വളരെ വൃത്തിയുള്ളതായിട്ട് തോന്നി.
പക്ഷെ അതിപ്പോൾ എല്ലാവിടെയും ഉണ്ട്. പക്ഷേ കോഴിക്കോട് പ്രത്യേകിച്ചും ഉണ്ട് ഈ വാഹനങ്ങളുടെ ജാം, ട്രാഫിക് ജാം. പിന്നെ ഈ